ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമുക്കപ്പം നേരെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പോയാലോ. നമ്മൾ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ എത്രാമത് വാർഷികമാണ് 2025 ജനുവരി 25 നമ്മൾ ആചരിച്ചത്? 75ാമത്തെ വാർഷികമാണ്. 75. നമുക്കറിയാം ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. എന്താണ് നാഷണൽ വോട്ടേഴ്സ് ഡേ? അപ്പോൾ 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ അതിൻ്റെ 75 വർഷമാണ് ഇപ്പോൾ തികഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബൗളർമാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യൻ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറയാണ് ഇപ്പം ലോക ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബൗളർമാരിൽ മുൻനിരയിൽ നിൽക്കുന്നത്. ഒരു കറണ്ട് അഫെയറോടെ അദ്ദേഹമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇപ്പോൾ അടുത്തിടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു അവാർഡും കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മെൻസ് അവാർഡാണ് കിട്ടിയത്. അത് പോളി ഉംറിഗർ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിക്കറ്റൊക്കെ കാണുന്നവർക്ക് നല്ലതുപോലെ അറിയാം. പോളി ഉംറിഗർ അവാർഡ്, ബെസ്റ്റ് ഇൻ്റർനാഷണൽ മെൻസ് ക്രിക്കറ്റ് അവാർഡ് കിട്ടിയത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. അത് വുമൻസ് ആണെങ്കിൽ സ്മൃതി മന്ദാനയ്ക്കാണ് കിട്ടിയത്. പോളി ഉംറിഗർ അവാർഡ് ഫോർ ഇൻ്റർനാഷണൽ ബെസ്റ്റ് മെൻ, അതാണ് ജസ്പ്രീത് ബുംറ. ഇപ്പോൾ രണ്ടും ഓർത്തിരിക്കണം. സ്മൃതി മന്ദാന വുമൻസ്, മെൻസ് ആണെങ്കിൽ ബുംറ. അപ്പോൾ ഇത് നിലവിൽ ബുംറയാണ് ബൗളർമാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം തുടരുന്നതും കൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് വിൽക്കുന്നത്? അപ്പം ഇന്തോനേഷ്യയാണ് ഉത്തരം. നമുക്കറിയാം ഇപ്പോൾ ഇന്തോനേഷ്യയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേക്കൊക്കെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കരാറൊക്കെയാണ് അതിനൊക്കെ കാരണങ്ങൾ. അപ്പോൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ നമുക്കറിയാം നമ്മുടെ ആണവ ശക്തിയിൽ ഏറ്റവും പ്രതിരോധ ശക്തിയിൽ ഏറ്റവും ശക്തിയായ ഒരു പ്രതിരോധ സംവിധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. അപ്പോൾ അത് നമ്മൾ ഇന്തോനേഷ്യക്കാണ് ഇപ്പോൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയായിട്ട് ഈ ജനുവരിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ ഈ അഗ്നിപർവ്വതം സ്ഫോടനം ഉണ്ടായതൊക്കെ നമ്മൾ മുമ്പ് കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു. ഇനി അടുത്ത വരുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ ഗൂഗിളിന് പിഴ നൽകിയതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്തോനേഷ്യക്കാണ് ഇന്ത്യ വിൽക്കുന്നത്. അടുത്ത ചോദ്യം. നിയമവിരുദ്ധമായ വിപണി തന്ത്രങ്ങളുടെ പേരിൽ ഗൂഗിളിന് 100 കോടി രൂപ പിഴ ചുമത്തിയ രാജ്യം ഇന്തോനേഷ്യയാണ്. കണ്ടോ, വീണ്ടും ഇന്തോനേഷ്യ തന്നെ. അപ്പം ഇന്തോനേഷ്യയാണ് ഗൂഗിളിന് 100 കോടി രൂപ പിഴ ചുമത്തിയ രാജ്യം. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ AI ഭരണകൂടമാകുന്ന രാഷ്ട്രമാണ് അബുദാബി. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ AI, എല്ലാം AI ആണ്. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയറിൽ ഒരു AI ഫാക്റ്റ് പറഞ്ഞായിരുന്നു. ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഓർത്തിരിക്കുക. AI ഭരണകൂടമാകുന്നത് അബുദാബിയാണ്. അബുദാബി AI തന്നെയല്ലേ തുടങ്ങുന്നത്? അബുദാബി. AI തുടങ്ങി ഐയിൽ അവസാനിക്കുന്നു അല്ലേ? അബുദാബി എന്നൊന്ന് നമ്മളൊന്ന് എഴുതി നോക്കി. അബുദാബി എന്ന് എഴുതുമ്പം AI തുടങ്ങി ഐയിലല്ലേ അവസാനിക്കുന്നത്? അപ്പോൾ AI ആവുന്ന ഭരണകൂടമാകുന്ന ആദ്യത്തെ രാഷ്ട്രം ഈ അബുദാബിയാണെന്ന് ഓർത്തിരിക്കുക. AI തുടങ്ങി ഐയിൽ അവസാനിക്കുന്നത് AI. അടുത്ത ചോദ്യം. ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റഗ്രാം പുറത്തിറക്കുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ്. നമുക്കറിയാം ടിക്ടോക്കിനൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ആ ഒരു ടിക്ടോക്ക് ഈ എന്താ പറയുന്ന സമൂഹത്തിൽ വലിയൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എഡിറ്റൊക്കെ നേരത്തെ പറ്റുവാണെങ്കിലും അതിനൊക്കെ വളരെ പരിമിതമായിട്ടുള്ള സമയം ഉണ്ടായിരുന്നല്ലേ? അല്ലെങ്കിൽ 60 സെക്കൻഡ്
കൂടിപ്പോയി 1 മിനിറ്റൊക്കെ ഉള്ളൂ. അതിപ്പം 6 മിനിറ്റൊക്കെ പറ്റും. അതാണ് ഈ എഡിറ്റ്സ് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ എഡിറ്റ്സ് എന്ന് ഓർത്തിരിക്കുക, എഡിറ്റ്സ്. അടുത്ത നോക്കി, CRPF ഡയറക്ടർ ജനറലായി നിയമിതനായത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. CRPF ഡയറക്ടർ ജനറൽ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. അപ്പോൾ CRPF എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല ശക്തിയൊക്കെ ഉള്ള ഒരാളായിരിക്കണ്ടേ, നല്ല പ്രതാപം എന്തിലായിരിക്കണം, നല്ല ശക്തി. ആ പേര് തന്നെ ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. അതാണ് CRPF ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത്. ഇത്തിരി കടുക്കട്ടി പേരെന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. അടുത്ത ചോദ്യം, 2025 ലോക ചെസ് ലോകകപ്പ് വേദി. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തപ്പം ചെസ് റാങ്കിങ്ങിന് ഡി കുഗേഷിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ലോക ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണെന്ന്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ലോക ചെസ് ലോകകപ്പ് വേദിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത നോക്കി, ഈ കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് ചെങ്ങന്നൂർ. ഇതിനു മുമ്പ് നമ്മൾ കുടുംബശ്രീയുടെ ഇതുപോലൊരു കലോത്സവത്തെക്കുറിച്ച് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതായിരുന്നു? കൊല്ലമായിരുന്നു. സാംസ്കാരിക കലോത്സവം, സാഹിത്യ കലോത്സവം തോന്നുന്നു കുടുംബശ്രീയുടെ. അപ്പം കുടുംബശ്രീ നമുക്കറിയാം ഇപ്പോൾ ഓരോ വർഷവും എന്തെങ്കിലും കലോത്സവങ്ങളൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പം അതെന്താണ്? കൊല്ലത്തായിരുന്നു വേദി. ഇത് ദേശീയ സരസ് മേള എന്ന് ഓർത്തിരിക്കുക. സരസ് മേള ചെങ്ങന്നൂരായിരുന്നു വേദി. അപ്പോൾ ബാക്കി ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പോൾ പറഞ്ഞു ലോക ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. CRPF ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ഓർത്തിരിക്കുക. ടിക്ടോക്കിന് ബദലായി ഇൻസ്റ്റഗ്രാം പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ്, വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ്. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ AI ഭരണകൂടം അബുദാബി. ഓർത്തിരിക്കണേ. അടുത്തത് പറഞ്ഞത് എന്താണ്? നിയമവിരുദ്ധ വിപണി തന്ത്രങ്ങളുടെ പേരിൽ ഗൂഗിളിന് 100 കോടി രൂപ പിഴ ചുമത്തിയത് ഇന്തോനേഷ്യ. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യ വിൽക്കുന്നത് ഇന്തോനേഷ്യക്കാണ്. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. പത്മപ്രഭ, റഫീഖിന് ഭയങ്കര പ്രഭയാന്ന് ഓർത്തിരുന്നാൽ മതി. ഏറ്റവും അവസാനത്തെ ആണെന്ന് പക്ഷേ ഓർത്തിരിക്കണം. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ബൗളർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം തുടരുന്നത് ജസ്പ്രീത് ബുംറ. അതിനൂടെ അഡീഷണൽ ഫാക്ട് നമ്മൾ പറഞ്ഞു. പോളി ഉംറിഗർ ബെസ്റ്റ് ഇന്റർനാഷണൽ മെൻസ് ജസ്പ്രീത് ബുംറയ്ക്കാണെങ്കിൽ ലഭിച്ചത്. സ്മൃതി മന്ദാന ബെസ്റ്റ് വിമൻസ് ആണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിൻ്റെ 75ാമത് വാർഷികമാണ് 2025 ആചരിച്ചത്. ഇത്രയും ഫാക്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും നമ്മൾ ബാക്കി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.